ഹായ് ഫ്രണ്ട്സ്, തേങ്ങയ്ക്കെല്ലാം വില കൂടിയിട്ടുള്ള ഈ ഒരു സമയത്ത് നമുക്ക് ഒരു തരി പോലും തേങ്ങ ഉപയോഗിക്കാണ്ട് തോരനാണെങ്കിലും കറികളാണെങ്കിലും നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതിനായിട്ടുള്ള കുറച്ച് നല്ല കിടിലം സൂത്രങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഫസ്റ്റ് ടിപ്സ് നോക്കാം. അപ്പോൾ മഴ പെയ്ത് നല്ല തണുത്തൊരു കാലാവസ്ഥയിൽ നമ്മുടെ വീട്ടിലുള്ള മരത്തിൻ്റെ വാതിലുകളാണെങ്കിലും ജനലുകളാണെങ്കിലും അടയ്ക്കാനും തുറക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതുപോലെ ഒരു മെഴുകുതിരി എടുക്കുക. എന്നിട്ട് നമുക്ക് ഏത് ഭാഗത്താണോ ടൈറ്റ് തോന്നുന്നത് ആ ഭാഗത്ത് ഇതുപോലെ ആ മെഴുകുതിരി ഒന്ന് നന്നായിട്ടൊന്ന് ഉരച്ച് പിടിപ്പിക്കാം. അപ്പോൾ അവിടെ ഉരച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ വാതിൽ അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം നമ്മൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് നമുക്കത് അടയ്ക്കാനും തുറക്കാനും ഈസി ആവുന്ന രീതിയിൽ ആയി കിട്ടും കേട്ടോ. എനിക്ക് ജനലിൻ്റെ മുകൾ ഭാഗത്തായിരുന്നു ടൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ട് മെഴുകുതിരി തേച്ചിട്ട് 2 തവണ അടയ്ക്കുകയും തുറക്കുകയും ചെയ്തുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം. ഞാനിപ്പോൾ ഇത് വെജിറ്റബിൾ സ്റ്റൂവിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസൊക്കെ വേവിച്ച് വെച്ചതാണ്. സാധാരണ നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ എന്തായാലും നിർബന്ധമായിട്ട് ഒഴിക്കും. നല്ലൊരു ടേസ്റ്റിനും കാണാനും ഒക്കെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് തേങ്ങ ഒട്ടും ചേർക്കാണ്ട് നമ്മൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ചെയ്യുന്ന ഒരു ട്രിക്കാണ് കേട്ടോ. ഇത് ഫോളോ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയിം അതേ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടാക്കുന്ന അതേ ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് പാലാണ്. നിങ്ങൾക്ക് പാല് ഉപയോഗിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം. അതിന് പകരം നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന വെള്ളം എടുത്താലും മതി കേട്ടോ. പാല് നിർബന്ധമില്ല. അതിന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു കളറും ആ ഒരു ടേസ്റ്റും കറക്റ്റായിട്ട് കിട്ടാൻ ഒരല്പം പാലൊഴിച്ചാലാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതിന് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. നമുക്ക് വെള്ളം എടുത്ത് ഉപയോഗിച്ചാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ കൂടെ 1 സ്പൂൺ കോൺഫ്ലവർ മാവാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഒരുപാട് കൂടി പോകരുത്. 1 സ്പൂൺ മാത്രം മതിയാവും. നമ്മളുടെ കറിക്ക് എത്ര അതിനനുസരിച്ച് എടുത്താൽ മതി. 1 സ്പൂൺ കോൺഫ്ലവർ മാവ് ഞാനിതാ ഈ പാലിൽ ഒരല്പം പാലൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് പാലൊഴിക്കാൻ ഇഷ്ടമല്ല, ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള നമ്മുടെ വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ സ്റ്റവിലൊക്കെ വെക്കുന്നതിന് മുന്നേയാണ് കേട്ടോ. നമ്മളിപ്പോൾ വെജിറ്റബിൾസ് വേവിച്ചെടുത്തിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കേണ്ട ഒരു സ്റ്റേജിൽ നമ്മൾ അതിന് പകരമാണ് ഇപ്പോൾ നമ്മളിത് ഈ കോൺഫ്ലവർ മാവ് പാലിൽ മിക്സ് ചെയ്തിട്ട് ഇതാക്കുന്നത്. ഇനി ഞാൻ പാല് കുറച്ച് ഒഴിക്കുന്നുള്ളൂ. 1 സ്പൂണോളം അളവിൽ ഒഴിക്കുന്നുള്ളൂ. നമുക്ക് കറക്റ്റ് ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഒരല്പം വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് കട്ടയൊന്നുമില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിളിലേക്ക് ആദ്യം വെജിറ്റബിൾസൊക്കെ വേവിച്ച് വെച്ചതാണല്ലോ അതിലേക്ക് ഒഴിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. കുക്കറിലുള്ള വെജിറ്റബിൾസൊക്കെ കുറച്ചൊരു ചൂടുണ്ട്. അപ്പോൾ ഒന്ന് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുപോലെ നമ്മൾ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചാൽ മതി. ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റവിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് ചെയ്തത് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മളിപ്പോൾ ഒഴിച്ചിട്ടുള്ള പാലാണെങ്കിലും കോൺഫ്ലവർ ആണെങ്കിലും ഒന്ന് വെന്ത് വരണമല്ലോ. അതിന് വേണ്ടിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചൂടാക്കിയെടുക്കാതെ ആ രീതിയിലൊന്ന് ഇത് ചൂടാക്കിയെടുക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ച് ഉണ്ടാക്കുന്ന ഇതുപോലത്തെ കറികളൊക്കെ വെജ് ആയാലും നോൺ വെജ് ആയാലും നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുന്നു വിശ്വസിക്കുന്നു. അടുത്തൊരു ടിപ്സ് എന്താണെന്ന് നോക്കാം. ഇതുപോലുള്ള പയറുകൾ നിങ്ങൾ മെഴുക്കുപുരട്ടിയോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കത്തി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സൈസിൽ നിങ്ങൾ മുറിച്ചെടുക്കാറാണ് എന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഒരു കുരു പോലും മുറിയൊന്നുമില്ല, എല്ലാം മുഴുവനായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് ഓരോ പയറായിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതില്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ഇതെല്ലാം പൊട്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സൂത്രമാണ്. ഇതുപോലെ 4-5 പയർ ഒന്നിച്ച് വെച്ചിട്ട് ഇതുപോലെ പൊട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിനകത്തുള്ള കുരുകളും പൊട്ടിപ്പോവില്ല. നമുക്ക് പെട്ടെന്ന് നമ്മളുടെ ജോലിയും തീരും കേട്ടോ. പയറുമണികൾ മുറിയാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഉപ്പേരിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അടുത്ത തവണ ഇതുപോലെ ഈ പയറിൻ്റെ ഉപ്പേരി വെക്കുന്ന സമയത്ത് ഇതുപോലെ പൊട്ടിച്ചതിന് ശേഷം ഉപ്പേരി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നിങ്ങൾ ഇതുപോലെ ചെയ്യാറുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ ഇനി അടുത്തൊരു ടിപ്സ് എന്താണെന്ന് നോക്കാം. കർക്കിടക മാസത്തിൽ നമ്മൾ പൊതുവെ എല്ലാ തരത്തിലുള്ള ചീരകളും ഇലകളൊക്കെ പല രീതിയിൽ കുക്ക് ചെയ്തിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ചേനയുടെ ഇലയാണ് കേട്ടോ. ഇത് നല്ലതുപോലെ കഴുകിയെടുക്കണം. നമ്മൾ ടാപ്പ് തുറന്നിട്ട് അതിൽ വെച്ചിട്ട് അതിനുള്ള എല്ലാ ഭാഗത്തും നല്ലതുപോലെ വെള്ളം ഒഴിച്ചിട്ട് കഴുകണം. കാരണം ചിലപ്പോൾ അതിൽ പുഴുക്കളോ അല്ലെങ്കിൽ വല്ല പ്രാണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ലതായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഏത് ചീരയാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഈ ചേനയുടെ തണ്ടിൽ നമ്മൾ ഈ ബാക്ക് സൈഡിൽ ഇത്ര വലുതായിട്ട് നിൽക്കില്ലേ തണ്ട്, അപ്പോൾ ആ ഭാഗത്ത് ചിലപ്പോൾ തോല് നമുക്ക് എടുക്കാനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഭാഗങ്ങളിലെല്ലാം നമ്മളിതുപോലെ തോലെടുത്ത് കഴിഞ്ഞാൽ
എന്താ പൊതുവേ എടുക്കണം എന്നില്ല, കനം കുറഞ്ഞ, അതായത് ഇലയാണ്. അപ്പോൾ എന്നാലും ഞാനത് അതിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കട്ട് ചെയ്ത് അരിഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലതുപോലെ നമ്മൾ പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിലാണ്, ചെറുതാക്കിയിട്ടാണ് മുറിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ തേങ്ങ ചിരകിയതോ അല്ലെങ്കിൽ ചതച്ചിട്ടൊക്കെ ഇടാറുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ ഉപയോഗിക്കാണ്ട് അതേ ടേസ്റ്റോട് കൂടി നമുക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന അരിയും പിന്നെ കുറച്ച് പൊട്ടുകടലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും എടുത്തിട്ട് ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ തോരൻ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയെന്നും കൂടി നോക്കാം. ചീനച്ചട്ടി ഞാൻ ചൂടാവാനായിട്ട് വെച്ചിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് 1 സ്പൂണ് അരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ 1 സ്പൂൺ എടുക്കുന്നുള്ളൂ, നമുക്ക് കുറച്ച് തോരനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 1 സ്പൂൺ മതിയാവും. അപ്പോൾ അത് എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നമുക്കറിയാലോ ഒന്ന് പൊരിഞ്ഞ് വരും, നല്ല ചൂട് തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് പൊരിഞ്ഞ് വരും. ഒട്ടും കരിയാണ്ട് ഈ അരിയെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ലൈറ്റായിട്ടുള്ളൊരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന സമയത്ത് നമുക്കത് എടുത്ത് മാറ്റാം. കണ്ടോ, അപ്പോൾ നന്നായിട്ട് ഇതുപോലെ വറുത്തെടുത്തതാണ്. അരി വറുത്ത പോലെ തന്നെ ഇനി നമുക്ക് 1 സ്പൂൺ പൊട്ടുകടല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ചൂടാക്കി എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മളിപ്പോൾ അരി വറുത്ത് വെച്ചില്ലേ, ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഈ ഒരു പൊട്ടുകടല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സി ജാർ എടുത്തിട്ടുണ്ട്, മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് തോരൻ ആവശ്യമായിട്ടുള്ള എരിവിന് വേണ്ട ഒരു പച്ചമുളകാണ് കേട്ടോ. നല്ല എരിവുള്ളത് കാരണം ഒരേ ഒരു മുളക് എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിയിലിട്ടിട്ട് 2 തവണ പൾസ് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പച്ചമുളകും ചതഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇട്ടുള്ള അരിയും അതേപോലെ തന്നെ പൊട്ടുകടലയും ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഈ തോരനിലുള്ള ഈ ഒരു മിക്സ് നമ്മൾ ഈ ഒരു ചേനയുടെ തോരൽ മാത്രമല്ല കേട്ടോ, എന്ത് തരത്തിലുള്ള തോരൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. അത് നിങ്ങൾ ഏത് സ്റ്റൈലാണോ നിങ്ങൾ തോരൻ വയ്ക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ചെയ്തതിന് ശേഷം നമ്മൾ തേങ്ങ ചേർത്തുന്ന സമയത്താണ് ഈ ഒരു തേങ്ങ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് തേങ്ങ ഇല്ലാത്ത സാഹചര്യത്തിൽ ചെയ്യുന്ന ഒരു സൂത്രമാണ് കേട്ടോ. അപ്പോൾ ഞാൻ സവാളയൊക്കെ വഴറ്റി നമ്മളുടെ ചീരയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി നമ്മൾ ഇത് അടച്ച് വെച്ച് വേവിക്കുന്നതുകൊണ്ട് തന്നെ ഞാനിതിൽ പൊടിയുപ്പാണ് ചേർത്തുന്നത്. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തുന്നില്ല. വെള്ളം ചേർത്തിയിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ പൊടിയുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഞാൻ അടച്ച് വെച്ച് വേവിച്ചതാണ്, നന്നായിട്ട് തോരൻ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ തോരനിലേക്ക് നമ്മൾ തേങ്ങയുടെ മിക്സാണ് സാധാരണ തോരൻ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ചേർത്തില്ലേ. അപ്പോൾ അതിന് പകരം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള അരിയും പൊട്ടുകടലയും കൂടി പൊടിച്ചത് പച്ചമുളകൊക്കെ ചേർത്തില്ലേ, അത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ നമ്മൾ എത്രത്തോളം നമുക്ക് എരിവും അതിൻ്റെ ഇതും വേണമെന്നുണ്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു സൂത്രം പല അമ്മമാർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ അറിയാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഏത് തരത്തിലുള്ള തോരനും ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.